എങ്ങനെയെങ്കിലും അവൻ്റെ അമ്മയെ രക്ഷിക്കണം സാർ. ക്യാഷ് അടയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല സാർ. ചെറിയ കുട്ടിയെ സാർ, അവൻ്റെ അച്ഛനും മരിച്ചു. എങ്ങനെയെങ്കിലും സഹായിക്കണം. സോറി സാർ. മോനെ, നിന്റെ അമ്മയ്ക്ക് അർജൻറ്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. ഇല്ലെങ്കിൽ അമ്മ ജീവിക്കില്ല. പക്ഷെ പണം അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ല. എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണം ഇവിടെ നടാ. അങ്കിൾ പ്ലീസ് അങ്കിൾ, എന്റെ അമ്മയെ രക്ഷിക്കണം അങ്കിൾ. പ്ലീസ് അങ്കിൾ, എനിക്ക് വേറെ ആരുമില്ല അങ്കിൾ. പ്ലീസ് അങ്കിൾ. നീ വിചാരിച്ച നിന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമടാ. അമ്മയുടെ ഓപ്പറേഷൻ മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് ഇനിയുള്ള കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള അത്ര പണം ഇവർ തരും. പക്ഷേ നീ ഇവരോടൊപ്പം പോകണം. ജീവിതത്തിൽ ഇനി നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റില്ല. അമ്മേ, അമ്മേ ഞാൻ പോകൂ അമ്മേ. മോനെ, അമ്മയുടെ ഓപ്പറേഷന് വേണ്ട പണം തന്നത് ഇദ്ദേഹമാണ്. നമസ്തേ. മോനെ, ഇനി കാര്യം പറയാം. നിന്റെ പ്രായത്തിലൊരു മകൻ ഇദ്ദേഹത്തിനുണ്ട്. ആ പയ്യൻ വീട്ടിലെ റിവോൾവർ എടുത്ത് വാച്ച്മാന് വെടിവെച്ച് കൊന്നു. അയാളുടെ ഭാര്യ അതിന് സാക്ഷിയാണ്. നീ ചെയ്യേണ്ടത് ആ കുറ്റം ഏറ്റെടുത്ത് അവന് പകരം ജയിലിൽ പോകണം. അതിന് ഞാനല്ലല്ലോ അയാളെ കൊന്നത്. അതിനല്ലേടാ പണം തന്നത്. നിന്റെ അമ്മ ജീവിക്കണോ അതോ വേണ്ടയോ? കോർട്ടിൽ എന്ത് പറയണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു വാക്ക് പോലും മാറ്റാതെ പറഞ്ഞാൽ മതി. എന്താ പറയാവോ? എനിക്ക് പേടിയാ സാറേ. അമ്മയെ വേണോ വേണ്ടയോ? എങ്കിൽ ഞാൻ പറയുന്ന പോലെ പറയാവോ? കോടതിയിൽ വരുമോ? ജയിലിൽ പോകാമോ? ഏതാ വകുപ്പ്? മർഡർ കേസാ. കണ്ണിൽ കിനാവോ കണ്ണീരിൻ പൂ. നമസ്കാരം സാർ. അവരെന്നോട് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് സത്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ. നീയല്ലേ അവരെ അടിച്ചത്? നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തിനാ നീ ഇത് ചെയ്തത്? സാർ, ഞാൻ നല്ലവനാണെന്ന് ഞാനും കരുതുന്നില്ല സാർ. മറ്റുള്ളവർക്ക് നല്ലവനാണെന്ന് തോന്നണമെങ്കിൽ അത്രയും ഇൻസിഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ മോശക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ സാർ. ഞാനത്ര വിചാരിക്കുന്നുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണുന്ന എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ലടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടേക്ക് നീ വരരുത് ഒരിക്കലും. ഇല്ല സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എന്താ റൂമി, എന്തു പറ്റി? ഞാൻ I got scared. അയ്യേ, അത് രാവണ്യാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു.